അസ്സലാമലൈക്കും. നമ്മൾ റൂമിനോട് വിട പറയുകയാണ്. ജീവക്ക് വിളിച്ചിരുന്നു. പിന്നെ ഫുഡ് കുറിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ ശരി, ടാറ്റ, കാണാം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഇനി ഇതിനേക്കാളും കുറേ പോകാനുണ്ട്, കുറേ നടക്കാൻ. റൂമിൻ്റെ കുറേ നടക്കാൻ. ഫുഡ് കഴിക്കണോടത്തൊക്കെ നമ്മൾ പോകുന്നത്. ഫുഡ് കഴിക്കണോടത്ത് പോയി ജീവക്കാനെ കണ്ട് സാധനങ്ങളൊക്കെ കൂപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകും. ഉച്ചരൊക്കെ ആകുമ്പോഴാണ് ഫ്ലൈറ്റ്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നടന്നില്ല. മീൻസ് നമ്മളൊരു ത്രില്ലിലാണ്, ഒരു നേക്കിലാണ് അതിനത്. പക്ഷെ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് വ്ളോഗ് എടുക്കുന്നതായിരിക്കും. ഓക്കെ. ഷെഫിൻ ബ്രോ, എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി? ഫുഡ് എല്ലാം ടോപ്പ് എന്ന് വെച്ചാൽ ഞങ്ങള് ഒരിടത്ത് ഇരുന്നതാണ് ഞാൻ. എന്നാലും ഹലോ, ചെറുതായിട്ട് കൊട്ടാരം പോലത്തെ ഇതിൽ നമ്മൾ പോവുകയാണ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഷെഫിൻ ബ്രോ? എങ്ങനെയുണ്ട്? ഓരോന്ന് എങ്ങനെയുണ്ട് പറയും. ഇതെങ്ങനെയുണ്ട്? ആർക്കിടെക്ചറിനെ കുറിച്ച് പറയാൻ എനിക്കറിയില്ല. എന്തോ ഹെവി ഗസ്റ്റ് വരുന്നുണ്ട്. നമ്മള് പോണിനുള്ള സങ്കടമാണത്. അത് വരുന്നവർക്കുള്ളതാ. നമ്മള് പോണേലുള്ള സങ്കടാവില്ല, പോണേലുള്ള സന്തോഷം. എല്ലാരും വ്ളോഗില് വരും, ആ വ്ളോഗില് വന്ന് ഈ വ്ളോഗില് വന്ന് പാലസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല, മൊത്തം ഇതാണ് പാലസ്. ജാതി പാലസ്. രോമാഞ്ചം. അയ്യോ, ഓപ്പൺ പ്ലീസ്. थैंक यू भैया. नाम क्या है आपका? हाय बोलो. स्माइल. क्या भाई? अब ശരി ആളെ പോലെ പറയും. 43 വാച്ചാണ്.
ഇത് നമ്മുടെ ഇവിടെ അത്ര അങ്ങനെ പോപ്പുലർ അല്ലാത്തൊരു ബ്രാൻഡാണ്. എത്ര ഉണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന് എത്ര വരും? നമ്മുടെ ഒമേഗയുടെ സബ് ബ്രാൻഡാണ്. പറയും പ്രൈസ് റിവ്യൂലേ ഷെഫിൻ ബ്രോ കമോൺ. അല്ലല്ല പേടിക്കണ്ട, ഇല്ല 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 ഈടൊന്നും വരില്ല. പറഞ്ഞോളി. 39,000. അല്ല ടു ബി ഫ്രാങ്ക് ആടാ കാര്യമായിട്ട് പക്ഷെ ഇപ്പൊ കുറഞ്ഞിട്ടൊന്നുമില്ല. only 39,000. then expensive ആയിട്ടുള്ള മറ്റൊരു സൺഗ്ലാസ് നമ്മൾ പ്രൈസ് റിവീൽ ചെയ്യൂ. ഇല്ലടാ അത് വളരെ എക്സ്പെൻസീവ്. അത് റിവീൽ ചെയ്ത് ഞെട്ടും. അതൊക്കെ തമിഴിലുള്ളതാണ്. ഗുജറാത്ത് പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ നമ്മൾ രാജസ്ഥാനിലൂടെ ഗുജറാത്ത് പഞ്ചാബ് കൊട്ടാരം നല്ലടാ. അല്ല ഒരു ഗാർഡൻ ഉണ്ടോ? അത് റിസോർട്ടല്ലേ? റിസോർട്ട് ഉണ്ടോ? എന്തല്ലേ അത്? വെള്ളത്തിൽ ഒഴുകി കിടക്കുന്നത് അല്ല അല്ലേ? ശരി കാണാം കാണും. ശരി ഓക്കെ കാണാം. ഞാൻ ഇൻസ്പയർ ആയിട്ടോ, ഞാൻ അടുത്ത ക്ലാസ് വാങ്ങും. ശരി. സാധാരണ മുതലാളി എന്തെങ്കിലുമൊക്കെ മറക്കലുണ്ട് പറഞ്ഞ് നമ്മളിപ്രാവശ്യം മറന്നത് നമ്മളുടെ ഫോണിൻ്റെ ചാർജർ കേബിൾ മറന്നു. നമ്മളിനി പോകാൻ പോണത് ബാംഗ്ലൂർ എയർപോർട്ടാണ്. ബാംഗ്ലൂർ എയർപോർട്ട് അടിപൊളിയാണ്, ഭയങ്കര രസമാണ്, വലുതാണ്, കിഡിലനാണ്. പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കാണാൻ പോവാം. ഓക്കെ. ഞാൻ പറയണത് കേൾക്കണമെന്നൊന്നും അറിയില്ല. ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. പിന്നെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ വീഡിയോയിൽ എളുപ്പം അത് നമ്മൾ പൊടി വ്ളോഗേഴ്സാണ്. വെറുതെ ഓരോ ഉൾപ്പെടുത്തിയിട്ട് വെറുതെ ഏത് അടിപൊളിയാണ്. ഫ്ലൈറ്റ് സെൻറ്ററിലാണ് എപ്പോഴും, അതായത് ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടിലല്ല ബാക്കിലല്ല, സെൻറ്ററിലാണ്. അവിടുന്ന് 2ഉം 3ഉം ഇതുവരെ കയറിയതൊക്കെ ഞാൻ തന്നെ കയറിയാണ്. അത് അതിൻ്റെ ഒരു അടിപൊളി സംഭവം എന്താ പറയുക, നമുക്ക് ഈ ഒരു വ്യൂ കിട്ടും. അത് അടിപൊളിയാണ്. ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുക എന്നതിനെ കുറച്ചിട്ടൊരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചിരുന്നു. അടിപൊളിയാണ് സംഗതി. എല്ലാവർക്കൊന്നും ഇത് വലിയ സംഭവം തോന്നിക്കൊള്ളുന്നില്ല. പക്ഷേ ലൈക്ക് ഇപ്പോൾ പാസ്പോർട്ട് വേണമെന്നൊന്നുമില്ലല്ലോ, നമുക്ക് ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ചെയ്യാൻ. അപ്പോൾ ആധാർ കാർഡ് എടുക്കുക, നമ്മൾ കോഴിക്കോട് നിന്ന് എടുക്കലൊക്കെ കയറുക. ഒരട്ടം ഒന്ന് എക്സ്പീരിയൻസ് നല്ലതാണ്. ലൈക്ക് ലാൻഡ് ചെയ്യുമ്പോഴും ഫ്ലൈ ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പലർക്കും പറയും പിന്നെ വിമാനം മേഘങ്ങളൊക്കെ തട്ടി പോകും, അപ്പോഴൊക്കെ അടിപൊളിയാണ് കാണാൻ. അടിപൊളിയാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ശരിക്കും കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമാണല്ലോ. ശരിക്കും കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് അറിയാനുള്ള ടൈമാണ് ഈ ഒരു ദുനിയാവിലെ ലൈഫ് എന്ന് പറഞ്ഞത്. ആ എക്സ്പീരിയൻസിൽ ചിലർക്ക് ചില ചിന്തകൾ വരുമ്പോൾ ശരിക്കും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവും. പലരോടും അത് ഡിപ്പെൻസ് ആണ്. പലരോടും നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആവും. അപ്പോൾ ജീവിതത്തോട് അല്ല എനിക്കില്ലേ മുന്നേ അറിയാമൊക്കെ മുന്നേ മെസ്സേജ് ചെയ്യണോ? ആ അപ്പോൾ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാവും. ഇപ്പം ഞാൻ ഈ മൊമെൻറ്റിൽ നിൽക്കുമ്പോൾ സത്യം പറയല്ലോ, പഠിച്ചവനോട് മാത്രമല്ല കുറേ പടപ്പാളോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളോട് തന്നെ നമ്മൾ മുമ്പ് എത്തിയ ചില ഹാർഡായിട്ടുള്ള തീരുമാനങ്ങളോട് നമുക്ക് ഭയങ്കര അടിപൊളി തോന്നും. കുറേ ആൾക്കാരോട് നൈസ്. ഞാൻ ഫ്ലൈറ്റിലേക്ക് തിരിച്ചു വരാം. അടിപൊളിയാണ്, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ആൻഡ് ദെൻ നെക്സ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ദെൻ ഇത്രയും നേരം കണ്ടുകളെങ്കിൽ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ കമൻറ്റിലുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റുകൾ അടിപൊളിയാണ് ശരിക്കും. നമ്മൾ മറ്റൊരാളുടെ നല്ലത് ആഗ്രഹിച്ചിട്ട് മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ ശരിക്കും അടിപൊളി. അറ്റ്ലീസ്റ്റ് കമൻറ്റിൻ്റെ എണ്ണം കൂടാനെങ്കിലും കമൻറ്റ് ഇടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ശരി.